നടക്കുന്ന, വിത്ത് ചുമന്നും ആർത്തും കരഞ്ഞും കൊണ്ട് നടക്കുന്നവരെ കാണാൻ കഴിയും. അപ്പോൾ വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോരാട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ആ തടസ്സങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ദൈവവചനത്തെ എടുക്കുക എന്നുള്ളതാണ്. ദൈവവചനം എന്നാൽ ആ വിത്താണ്. ദൈവവചനം എന്ന വിത്തെടുത്ത് ആ വചനം നമ്മുടെ ഈ തടസ്സമായി നിൽക്കുന്ന ഏത് പ്രശ്നം നമുക്ക് തോന്നുന്നുവോ അതിനകത്ത് കണ്ണുനീരോടെ ആ വിത്തെടുത്തിട്ടാൽ, ആ വചനം എടുത്ത് നീ ഇടുവാൻ ശ്രമിക്കുന്നു എങ്കിൽ, ആ കണ്ണുനീരിനകത്ത് നിന്റെ വചനം നീ പരിവർത്തിക്കുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ, വചനത്തിൽ നീ വിശ്വസിക്കുമ്പോൾ, ആ കണ്ണുനീരിനകത്ത് ഈ വചനം പരിവർത്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. നീ ഏത് കാര്യത്തിനകത്താണോ ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിനകത്താണോ നീ തകരപ്പെട്ടത്, എവിടെയാണോ നിന്നെ പിശാച് വരഞ്ഞു കെട്ടിയത്, ആ വിഷയങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നു എങ്കിൽ, കണ്ണുനീരോടെ വിതച്ച് കണ്ണുനീരിൻ്റെ ആ മധ്യത്തിൽ, ആ കണ്ണുനീരിനകത്ത് വചനത്തെ നിനക്കെടുത്തിടുവാൻ കഴിഞ്ഞാൽ, വചനമെന്ന വിത്തിനെ അതിനകത്തോട്ടെടുത്തിടുവാൻ നിനക്ക് കഴിഞ്ഞാൽ, അത് ഒരു ദിവസം മുളച്ചു വരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് അത് തുരുത്തിയിലാക്കി അനുഗ്രഹത്തെ പകരുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നു. അപ്പോൾ കണ്ണുനീർ വീണാൽ അതിനെ ഒപ്പിയെടുത്തിട്ട് അതിനകത്ത് ദൈവവചനം നമ്മൾ അതിനകത്ത് നിക്ഷേപിക്കുക, അതിനകത്ത് ദൈവവചനം ചേർക്കുക. നിന്റെ പരാജയത്തിനകത്ത്, നമുക്കറിയാം, നിങ്ങൾക്ക് ഏത് പരാജയം വന്നാലും ആ പരാജയത്തിനകത്ത് ദൈവവചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുപിടിക്കാൻ പറ്റും, ദൈവവചനത്തെ ചേർക്കാൻ കഴിയും. ഇപ്പോൾ വചനം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ഇത് പറയുമ്പോൾ, നിങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കരഞ്ഞും കൊണ്ട് ഈ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിൻ്റെ പ്രവൃത്തി, ആ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാനിടയായിത്തീരും. ആ കണ്ണുനീരിനകത്തോട്ട് ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നീ ഏത് കാര്യത്തിനകത്താണോ നീ ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിനകത്താണോ നീ തകർന്നത്, ആ കാര്യത്തിനകത്ത് പൂർണ്ണമായ റിസൾട്ട് നിനക്ക് ദൈവം തരുവാൻ